Okay, next answer. Will you tomorrow satisfy your friend? Page, line 234 to 242. Tomorrow satisfy your friend. I take the subjects for his corridor. Finish the 48 out of hand. Here the and throw him in another thing or two if he demurs. Demurs or refuses. The hall should prove enough to pay for the same cousin's freak. Okay. And the meaning. Here again, Andrea requests his wife to sit smilingly beside him for the rest of the evening. വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് വൈഫിനോട് എൻ്റെ അടുത്ത് കുറച്ച് നേരം ഈ ഈവനിങ്ങിൽ നീ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ഇഫ് ഷീ വുഡ് ദസ് ഗ്ലാഡൻ ഹിം ബൈ ഹർ പ്ലസന്റ് ആൻഡ് ഇൻസ്പയറിംഗ് കമ്പനി. എന്താണ് നീ ഇരിക്കാമോ എന്ന് വീണ്ടും ചുകണ്ട. വിൽ യു ടുമോറോ സാറ്റിസ്ഫൈ യു നാളെ നിൻ്റെ ഫ്രണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ. ഐ ടേക്ക് ദ സബ്ജക്ട് ഫോർ ഹിസ് കോറിഡോർ. അത് അവന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ ചെയ്യാം. ഫിനിഷ് ദ പൊട്ടേറ്റോ ഔട്ട് ഓഫ് ഹാൻഡ്. ത്രോ ഹിം അനദർ തിങ് ഓർ ടു ഹി ഡിമേഴ്സ്. ഓക്കെ, അപ്പോൾ ഹി വുഡ് ഡു as much work for the following day as would bring him money, not only enough to relieve her cousin. കസിനെ റിലീവ് ചെയ്യാൻ മാത്രമല്ല കാശ് തരണ്ടേ. ഇൻ ഹിസ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി, അവൻ്റെ കടങ്ങൾ തീർക്കാനും. ബട്ട് ഓൾസോ പ്രൊവൈഡ് വെർബിറ്റൽ ടു ബൈ ഫൈൻ ഫ്രിൽ ഹോ ഹർ. എന്താണ് അവനത് അത് മാത്രം പോരാന്ന് പറഞ്ഞ് നിരസിക്കുവാണെങ്കിൽ ദ ഹോൾ ഷുഡ് പ്രൂവ് ഇനഫ് ടു പേ ഫോർ ദി സെയിം കസിൻസ് ഫ്രീക്ക്. ബിസൈഡ്സ് വാട്ട്സ് ബെറ്റർ വാട്ട്സ് ഐ കോൾ ഹർ ഗിവ് യു 3 സ്കുഡി. സ്കുഡി എന്ന് പറഞ്ഞാൽ ക്രൗൺസ് ആണ്. അതായത് അവന് കുറേ ക്യാഷ് കൊടുക്കാം. ഷില്ലിങ്സ്, ഫ്രഞ്ച് ക്രൗൺ ഈസ് ഈക്വലിൻ ടു 5 ഷില്ലിങ്സ് എന്നാണ്. ഓക്കെ, അതായത് ഒരു ക്രൗണിന് തുല്യമായ 5 ഷില്ലിങ്സ് കൊടുക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്ന പാവം. ഫോർ ദ റഫ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഗെറ്റ് യു ദ 13 സ്കുഡി ഫോർ ദ റഫ്. റഫ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഫ്രില്ലറുള്ള ഒരു റിനൈസൻസ് ഡ്രസ്സിൻ്റെ ഈ കോളറിനെയാണ് പറയുന്നത് റഫ് എന്ന്. അപ്പോൾ അതാണ് പറയുന്നത്. ബൈ എ ഫൈൻ ഫ്രിൽ ഫോർ ഹർ ദിസ് ലാസ്റ്റ് പ്രോമിസ് ഹി മേക്സ് ടു മേക്ക് ഷുവർ ദ എന്നാലെങ്കിലും നീ ഹാപ്പി ആയിട്ടിരിക്കും മോളെ എന്ന് വൈഫിനോട് പറയുകയാണ്. ഓക്കെ, പാവം അതിൻ്റെ ഒരു അവസ്ഥ. ലവ് ഡസ് ദാറ്റ് പ്ലീസ് യു. ഓ, വാട്ട് ഡസ് ദ കസിൻ വാട്ട് ഡസ് ഹി ടു പ്ലീസ് യു മോർ. നിന്നെ വീണ്ടും സന്തോഷിപ്പിക്കാനായിട്ട് അവൻ എന്തൊക്കെ ഞാൻ കൊടുക്കണം എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെ ഞാൻ കൊടുക്കണം പറയൂ. ആൻഡ്രിയ ഈസ് അറ്റ് എ ലോസ് to understand as to why his wife should pay more attention to the man calling her from outside than to him in spite of his promise of money. And അവൻ ക്യാഷ് കൊടുക്കാം, ഫ്രില്ല് കൊടുക്കാം, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും വീണ്ടും ആ കസിനിൽ അല്ലെങ്കിൽ ലവറിലാണ് അവൾക്ക് ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. വാട്ട് ഡസ് ഹി ടു പ്ലീസ് യു മോർ. നിന്നെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ അവൻ എന്താണുള്ളത്, അവൻ എന്താണ് അങ്ങനെ നിന്നെ ഇങ്ങനെ വശീകരിച്ചിരിക്കുന്നത്. ഐ ആം ഗ്രോൺ പീസ്ഫുൾ ആസ് ഓൾഡ് ഏജ് ടു നൈറ്റ്. ഐ റെഗുലേറ്റ് ഇറ്റ്. ഐ വുഡ് ചേഞ്ച് സ്റ്റിൽലെസ്. Is there my past life lies? Why alter it? My life has taught me many a lesson and now I am at peace. എന്ന് പറഞ്ഞു ഞാൻ ഗ്രോൺ പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ഓൾഡ് ഏജ് ടു നൈറ്റ് ഇതുവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പീസ്ഫുള്ളായിട്ടിരിക്കുകയാണ്. ഹി ഈസ് ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് ആൻഡ് സെറീൻ പറയുന്നത്. Satisfied and serene and calm as a man should be in old age. It is obviously a reference to calm of mind. All passions spent as one should be in old age. അപ്പോൾ ഓൾഡ് ഏജിൽ മാതിരി ഞാനിപ്പം ഇതൊന്നും കുഴപ്പമില്ലാതെ ഞാൻ കാമായിട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. Since my past life lies by alter the very wrong to Francis. It is true. I took his coin. എനിക്കറിയാം എന്താണ് ഫ്രാൻസിസ് കിങ്ങിനോട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന്. കാരണം അവരുടെ കാശ് എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത്. ടെംപ്റ്റഡ് ആൻഡ് കംപ്ലൈൻറ്റ് ആൻഡ് ബിൽറ്റ് ആൻഡ് ആ കാശ് കൊണ്ട് ഞാൻ വീട് പണിതു. അതെല്ലാം ഞാൻ പാപം ചെയ്ത് സിന്നഡ് ആണെന്ന് എനിക്കറിയാം. ആൻഡ് ഓൾ ഈസ് സെറ്റ്. മൈ ഫാദർ ആൻഡ് മൈ മദർ ഡൈഡ് ഓഫ് വാണ്ട്. അത് മാത്രമല്ല എൻ്റെ ഫാദറും മദറും ഡൈഡ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ പോവർട്ടി എന്നാണ് ഇവിടെ അർത്ഥം. ദാരിദ്ര്യത്തിലാണ് മരിച്ചത്. ഹാർഡ് റീച്ചസ് ഓഫ് മൈ ഓൺ. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ. യു സി ഹൗ വൺ ഗെറ്റ്സ് റീച്ച്. എന്താണ് യെസ് ദിസ് ഈസ് എ റെഫറൻസ് ടു ദ breach of trust committed by Andrea. He got money from King Francis first to purchase works of art for the palace, but he used the money in building up studio. He never went back to France. I worked hard in my early days. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണെന്ന് പറയുന്നു. But I was not well provided for, and if anybody considers that I have not labored enough, let him come and paint some 200 paint pictures. That is my score by now. Andrea thinks that
Though the payment that he has received has been insufficient, still his skill as an artist balances his fault as a son. അതാണ്. Let each one bear his lot. How one gets rich. They were born poor, lived poor. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ഫാദറും മദറും എല്ലാം നന്നായി ഹാർഡ് വർക്ക് ചെയ്തവരാണ്. അവർ കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്, ദാരിദ്ര്യത്തിൽ ജീവിച്ചവരാണ്. ദേ വർ ബോൺ പുവർ, ലിവ്ഡ് പുവർ ആൻഡ് പുവർ ദേ ആർ. അവരും ഞാനും ലേബേർഡ് സംവാട്ട് ഇൻ മൈ ടൈം ആൻഡ് നോട്ട് ബീൻ പെയ്ഡ് ഫോർ. പക്ഷേ ഞങ്ങൾ വർക്ക് ഹാർഡ് ഇൻ മൈ ഏർലി ഡേയ്സ് ആൻഡ് ഐ തിങ്ക് ഐ വാസ് നോട്ട് വെൽ പ്രൊവൈഡഡ് ഫോർ എന്നാണ് ആൻഡ്രിയ പറയുന്നത്. നമ്മൾ കണ്ടില്ലേ, സം ഗുഡ്സ് ആൻഡ് പെയിൻ മൈ 200 പിക്ചേഴ്സ് ലെറ്റ് ഹിം ട്രൈ എന്ന് പറഞ്ഞാൽ, ഇഫ് എനിബഡി കൺസിഡേഴ്സ് ദാറ്റ് ഐ ഹാവ് നോട്ട് ലേബേർഡ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ലെറ്റ് ഹിം കം, അവർ വരട്ടെ, എന്നിട്ട് പെയിൻ സം 200 പിക്ചേഴ്സ് ദാറ്റ് ഈസ് മൈ സ്കോർ ബൈ. ഇതുവരെ ഞാനൊരു 200ഓളം പിക്ചേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവർ ചെയ്യട്ടെ എന്ന് പറയുകയാണ്. ഓക്കെ, next, no doubt there's something strikes a balance എന്ന് പറഞ്ഞാൽ Andrea thinks that though the payment that he has received has been insufficient, still his skill as an artist balances his fault as a son. Still his skill as an artist balances his fault as a son. Okay, next, yes, yes, you love me quite enough, it seems tonight. This must suffice me here. What would one have in heaven? കണ്ടില്ലേ, what would one have in heaven? Perhaps അവിടെ പറയുവാണ്. And he says that he is so quite satisfied all the way in which Lucretia sat with him and loved him that evening. He is having recourse to self-consolation. What would one have എന്ന് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം, nothing better should one look forward to on this earth. That is sufficient for him. He does not require anything more. അപ്പോൾ ഇവിടെ അയാൾ പറയുവാണ്, വാട്ട് വുഡ് വൺ ഹാവ്, കണ്ടില്ലേ, യു ലവ് മീ ക്വൈറ്റ് എനഫ്, നീ എന്നെ സ്നേഹിച്ചു. ആൻഡ്രിയ സേസ് ഹി ഈസ് ക്വൈറ്റ് സാറ്റിസ്ഫൈഡ്, അതുകൊണ്ട് അവൻ സാറ്റിസ്ഫൈഡ് ആണ്. ലുക്രേഷ്യ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ലവ് ഹിം ദാറ്റ് ഈവനിങ്, ആ ഈവനിങ്ങിൽ അത്ര കുറച്ച് നേരം ഇരുന്നല്ലോ. ദ മസ്റ്റ് ബി സഫീസ്, അവിടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഫോർ ഗ്രേറ്റ് വോൾസ് ന്യൂ ചാൻസസ്, വൺ മോർ ചാൻസ് ഫോർ ഗ്രേറ്റ് വോൾസ് ഇൻ ദ ന്യൂ ജെറൂസലേം എന്ന് പറഞ്ഞാൽ ഇൻ ആൻ എക്കോ ഓഫ് ദ ബൈബിളാണ് ഇവിടെ. സീ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ന്യൂ ജെറൂസലേം ഇൻ വെളിപാടിൽ 21-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 21 വരെ വാക്യത്തിൽ ദ റെലവൻറ്റ് പാസേജ് ഈസ്, ആൻഡ് ഹീ ദാറ്റ് ടോക്ക് വിത്ത് മീ ഹാഡ് എ ഗോൾഡൻ റീഡ് ടു മെഷർ ദ സിറ്റി, ഹി ഗേറ്റ്സ് ദെയർ ഓഫ് ആൻഡ് ഹീ ദ വോൾ ദെയർ ഓഫ്. അവിടെ യെരുശലേമിൻ്റെ ഭിത്തികൾ എന്ന് പറയുന്നുണ്ട്. അതിവിടെ ഉദ്ദേശിക്കുന്നത് ഹെവനാണ്. meted on each side by the angels read. Okay, അപ്പോൾ ഇവിടെ ഇൻ ഹെവൻ പെർഹാപ്സ് എന്നുള്ള ലൈൻ കണ്ടോ, ഹെവൻ പെർഹാപ്സ് ന്യൂ ചാൻസസ്, വൺ മോർ ചാൻസ് ഫോർ ഗ്രേറ്റ് വോൾസ് ഇൻ ന്യൂ ജെറുസലേം മീറ്റഡ് ഓൺ ഈച്ച് സൈഡ് ബൈ ദ ഏഞ്ചൽസ് റീഡ്. അതിൻ്റെ മീനിങ് പറയാം. ആൻഡ് ഹി സേസ് ദാറ്റ് ഇൻ ദിസ് ലൈഫ് ഹി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് എവർ ലിറ്റിൽ ഹി ഹാസ് ബീൻ ഏബിൾ ടു ഗെറ്റ്. അതായത് ചെറിയ കാര്യങ്ങളിലൊക്കെ അവൻ സാറ്റിസ്ഫൈഡ് ആണ്, വിത്ത് ബോത്ത് ഇൻ റെസ്പെക്ട് ഓഫ് ഹെർ ലവ് ആൻഡ് ഹിസ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റിനാണെങ്കിലും, ലവ് ആണെങ്കിലും, വൈഫിൻ്റെ കിട്ടിയ ലവ് ആണെങ്കിലും. ഇൻ ദ നെക്സ്റ്റ് ലൈഫ് ഹി വിൽ ഗെറ്റ് ന്യൂ ചാൻസസ്, പെർഹാപ്സ് വൺ മോർ ചാൻസ്. ഇൻ ഹെവൻ പെർഹാപ്സ് ഹി വിൽ ബി ഗിവൻ ദ സ്റ്റാറ്റസ് വിച്ച് ഇസ് റിയലി ഡിസേർവ് ബൈ വെർച്യൂ ഓഫ് ഹിസ് ആർട്ടിസ്റ്റിക് എബിലിറ്റി ആൻഡ് പ്രൊഫഷൻസി. അപ്പോൾ അവൻ വീണ്ടും ഹോപ്പോട് കൂടി പറയുവാണ്, എന്താണ്, ഹെവനിലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പുതിയ ചാൻസ് കിട്ടും, വൺ മോർ ചാൻസ്, ഒരു ചാൻസുകൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഫോർ ഗ്രേറ്റ് വാസ് ഇൻ ന്യൂ ജെറുസലേം, അതായത് ഹെവനിൽ കിട്ടുമായിരിക്കും. മീറ്റ് ഓൺ ഈച്ച് സൈഡ് ബൈ ദ ഏഞ്ചൽസ് റീഡ്. അതാണ് ഇൻ ദ നെക്സ്റ്റ് ലൈഫ് ഹി വിൽ ഗെറ്റ് ന്യൂ ചാൻസസ് ആൻഡ് ഗോഡ് മേ ഡിസൈഡ് ദ 4 walls ഓഫ് ദ ഹോളി സിറ്റി. അതായത് ന്യൂ ജെറൂസലേമിൻ്റെ, പുതിയ യെരുശലേമിൻ്റെ 4 walls-ഉം അത് ബൈബിളിൽ മെൻഷൻ ചെയ്തേക്കുന്നതാണ്. ആൻഡ് ടു ബി ഡെക്കറേറ്റ് വിത്ത് പിക്ചേഴ്സ്, അവിടെയൊക്കെ ഡെക്കറേറ്റഡ് ആയിരിക്കും. ഹി വിൽ ഫൈൻഡ് 4 ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ ലിയോനാർഡോ ഡാവിഞ്ചിനെയും റാഫേലിനെയും മൈക്കലേഞ്ചലോനെയും ആൻഡ്രിയ എല്ലാവരെയും കാണും. ഹി വിൽ ഗെറ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ടു കോമ്പീറ്റ് വിത്ത് ടോപ്പ് മോസ്റ്റ് പെയിൻറ്റേഴ്സ്. അവിടെ അവൻ വീണ്ടും അവസരം കിട്ടും നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ, വർക്ക് ചെയ്യാനുള്ള അവസരം വിത്ത് ടോപ്പ് മോസ്റ്റ് പെയിൻറ്റേഴ്സായിട്ട് വിച്ച് ദ വേൾഡ് ഹാസ് എവർ സീൻ. ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അവന് വർക്ക് ചെയ്യാൻ പറ്റും. Having said so, Andrea immediately realizes that even in heaven he cannot hope to equal the achievement of the other artist.
ഓൾ ദ ത്രീ അതർ ആർട്ടിസ്റ്റ് വിൽ ബി വിതൗട്ട് വൈസ്. പക്ഷേ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം വൈഫ്സ് ഇല്ലാതെയാണ്. വൈൽ ഹി വിൽ ഹാവ്, പക്ഷേ ഇയാൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് അയാൾ പറയുന്നത്, അയാൾക്ക് ലുക്രേഷ്യ ഉണ്ട്. ലുക്രേഷ്യ വിൽ സ്റ്റിൽ ബി എ ഹാൻഡികാപ്ഡ്. ഷീ വിൽ സ്റ്റിൽ ബി എ ഡാഗ് ഓൺ ഹിസ് എഫേർട്സ് ആൻഡ് ഹി വിൽ സ്റ്റിൽ ബി ഡിഫീറ്റഡ് ബൈ അതർ ആർട്ടിസ്റ്റ് ആൻഡ് ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു ഗിവ്. അതുകൊണ്ട് തന്നെ ലുക്രേഷ്യനെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറല്ല അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. നോട്ട് ഈവൻ ബൈ ഗിവിങ് ഹെർ അപ്പ് ഹി ഈസ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ഹിസ് സുപ്രമസി ഓവർ ദി അതർ. അതായത് ആ മറ്റ് ആർട്ടിസ്റ്റിൻ്റെ അത്രയും നിൽക്കാൻ അവൻ സാധിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത്. ബിറ്റ്വീൻ ലുക്രേഷ്യ ആൻഡ് ഹിസ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആസ് ആൻ ആർട്ടിസ്റ്റ് ഹി വിൽ സ്റ്റിൽ ചൂസ് ലുക്രേഷ്യ. അവൻ ഇപ്പോഴും ലുക്രേഷ്യനെ ചൂസ് ചെയ്യുകയാണ്. ദിസ് അഗൈൻ ഇസ് എ പത്തറ്റിക് കൺഫെഷൻ ഓർ ഇൻഡിക്കേറ്റിംഗ് ദ ഫീബിൾനെസ് ഓഫ് ആൻഡ്രിയസ് വിൽ ആൻഡ് മൈ. അതായത് ആൻഡ്രിയയുടെ ഒരു അവസ്ഥയെ കാണിക്കുന്ന ഒരു പത്തറ്റിക് സ്റ്റേറ്റ് നമ്മളെ കാണിക്കുവാണ്. മോർ സോ വെൻ വി നോ ദാറ്റ് ഹിസ് ഇൻഫാച്വേഷൻ ഫോർ ഹെർ ഈസ് ഓൺലി വൺ സൈഡ്. പക്ഷെ നമുക്കറിയാം അവൻ്റെ ഇൻഫാച്വേഷൻ ഒരു സൈഡ് മാത്രമാണ്, അവൾക്ക് അത്രയും സ്നേഹമില്ല. ലുക്രേഷ്യ ഹാസ് അതർ ലവേഴ്സ് ബിക്കോസ് എന്താണ്, അവൾക്ക് അതർ ലവേഴ്സ് ഉണ്ട് ഹു ആർ നിയർ ആൻഡ് ഡിയർ ടു ഹർ ദാൻ ആൻഡ്രിയ. ആൻഡ്രിയനേക്കാളും നിയർ ആൻഡ് ഡിയറർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ലവേഴ്സ് ഉണ്ട്. ആൻഡ്രിയ നോസ് ഓൾ, ആൻഡ്രിയക്ക് അത് അറിയാം. ബട്ട് സ്റ്റിൽ ഹീ ക്ലിങ്സ് ടു, പക്ഷേ എന്നാലും ആൻഡ്രിയ അവളെ സ്നേഹിക്കുന്നു. എ മോർ പതറ്റിക് കേസ് ഇസ് ഡിഫിക്കൽട്ട് ടു കൺസീവ്. ഓക്കെ, അതാണ് ആ ലൈൻ. ഫോർ ലിയോനാർഡ്, റാഫേൽ, അഗ്നോലോ, മൈക്കലേഞ്ചലോ ആൻഡ് മീ. അപ്പോൾ അവിടെ പറഞ്ഞ പോലെ പറയുവാണ്, മൂന്ന് ആർട്ടിസ്റ്റ്, വലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകൾ, പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള അവരുടെ കൂടെ എനിക്കിരിക്കാൻ പറ്റും. പക്ഷെ അവരെക്കാളും എനിക്ക് എന്താണ് ഒരു കാര്യമുള്ളത്, എനിക്ക് ഫസ്റ്റ് വിത്ത് അവരൊന്നും വൈഫില്ല, പക്ഷേ എനിക്ക് വൈൽ ഐ ഹാവ് മൈൻ, എനിക്കൊരു നല്ല ലവ്ലി ബ്യൂട്ടിഫുൾ വൈഫ് ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. സോ സ്റ്റിൽ ദേ ഓവർകം, പക്ഷെ എന്നാലും അവർ നന്നായി പെയിൻ ചെയ്യുന്നു. ബിക്കോസ് ദ സ്റ്റിൽ ലുക്രേഷ്യ ആസ് ഐ ചൂസ്, ഞാൻ ചൂസ് ചെയ്ത ലുക്രേഷ്യനാണ്. അഗെയിൻ ദ കസിൻസ് വിസിൽ ഗോ മൈ ലവ്. സി ലാസ്റ്റ് ലൈൻ ഇസ് വെരി പെയിൻഫുൾ ബിക്കോസ് നെവർ മൈൻഡ് മൈ ടോക്ക്. എന്നിട്ട് അവസാനം പാവം ആൻഡ്രിയ വൈഫിനോട് പറയാണ്, ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഞാൻ സംസാരിച്ച് നീ നോക്കണ്ട, നിന്നെ വീണ്ടും അവിടെ നിന്ന് വിസിലടിച്ചുകൊണ്ടേയിരിക്കുകയാണ് താഴേന്ന് റോട്ടിൽ നിന്ന്. യു മസ്റ്റ് ഗോ, ദർ ഈസ് യുവർ കസിൻ, എൻ്റെ ഫ്രണ്ട് അവിടെ ലവർ അവിടെ വിളിക്കുന്നു, നീ പറയുന്ന കസിൻ എന്ന് പറയുന്ന ലവർ ഹു വാസ് വിസിൽ ടേക്കൻ ഫോർ യു ടു ജോയിൻ ഹിം ദർ. നിൻ്റെ കൂടെ ചെല്ലാൻ വേണ്ടി അവൻ പിന്നെയും വിസിലടിക്കുന്നു, നീ ചെല്ലു, നീ ഒന്നും പറയുന്ന കേൾക്കണ്ടെന്ന് പാവം വളരെ കൺഫ്യൂഷൻ, വളരെ സിമ്പതി അർഹിക്കുന്ന രീതിയിൽ പറയുവാണ്. ദാറ്റ് ഈസ് അബൌട്ട് ദ പോയം Andrea del Sarto. Okay, this is about the poem Andrea del Sarto. I hope you understood the poem. If you have any doubt, please feel free to ask me. Thank you. Have a nice day.